നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹർ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മത്സരാർത്ഥിയായുള്ള ലക്ഷ്മി ഒരു പ്രസ്താവന ബിഗ് ബോസ് ഹൗസിനകത്ത് നടത്തിയിരുന്നു. അത് കേരളത്തിലെ LGBTQ മനുഷ്യരെയൊക്കെ തന്നെ എതിർക്കുന്ന ഒരു മാനുഷിക വിരുദ്ധമായുള്ള പ്രസ്താവനയായിരുന്നു. എങ്കിൽ പോലും കേരളത്തിലെ 99.9% ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരും ഈ വിഷയത്തെ എതിർക്കുകയും അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത സിസ്റ്റർ മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അത് വലിയ സന്തോഷം, വലിയൊരു പ്രതീക്ഷയുമാണ്. ലക്ഷ്മി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. നമുക്കിവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, മാത്രമല്ല ഒരു നിയമ പ്രൊട്ടക്ഷൻ ആക്ട് കൂടിയുണ്ട്. അതൊക്കെ തന്നെ ഭേദിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ലക്ഷ്മി നടത്തിയിട്ടുള്ളത്. ലക്ഷ്മിയും കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രസ്താവന നടത്തിയ വ്യക്തികളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു താക്കീതിൽ ഒതുങ്ങുന്ന വിഷയമല്ല സംസാരിച്ചിരിക്കുന്നത്. ഇതിനൊരു നിയമ സംവിധാനമുണ്ട്, അതിൽ ഇടപെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ തന്നെ അതിനെയൊക്കെ തന്നെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാനടക്കമുള്ള മനുഷ്യരൊക്കെ തന്നെ ഇന്ന് വിസിബിലിറ്റി ആഗ്രഹിക്കുകയും അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൂടി ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ കൂടി ഭാഗമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നടത്തുന്ന സമയത്ത് ബിഗ് ബോസിന്റെ മറ്റു കുറവ് കൂടി ഇത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യലാണ്. കാരണം സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം സ്ത്രീകളെ ചേർത്ത് പിടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ മുഖ്യധാര സമൂഹത്തിലേക്ക് ഇറക്കിയ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. സ്വാഗതം ചെയ്യുന്നു റോഷ്നി പ്രവീഷ്. സ്വാഗതം റോഷ്നി. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. മാത്രം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ പലരും ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും കുടുംബത്തിൻ്റെ പ്രാരാബ്ദമോ മറ്റു തിരക്കുകളിലോ പെട്ടുപോകുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തുകയും അവരെ ഒരു ഗ്രൂപ്പിൽ ചേർത്ത് പിടിക്കുകയും അവരെ പല വേദികളിലായിട്ട് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമയാണ്. അതിലേക്ക് എങ്ങനെയാണ് റോഷ്നി എത്തിയത്? ശരിക്കും ന്യൂട്രിഫൈമി എന്ന് പറയുന്നത് ഒരു വെൽനസ് സ്ഥാപനമാണ്. ഞങ്ങൾ ഈ ആളുകൾക്ക് ഡയറ്റും ന്യൂട്രീഷൻ ടിപ്സും ഒക്കെ കൊടുക്കുന്ന ഒരു സെൻ്ററായിട്ടാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി കുഞ്ഞിലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമാണ്. ഓൾറെഡി ഞാൻ കുറച്ച് കമ്മ്യൂണിറ്റീസിലുണ്ട്, ലേഡീസുമായിട്ടുള്ള ഗ്യാതറിങ്സ് ഒക്കെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ജസ്റ്റ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഞാൻ സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്കൊരു നവരാത്രി പ്രോഗ്രാം വന്നപ്പോൾ അതിലുള്ള ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, കുറച്ച് ലേഡീസിനെ തരാം, അവർക്കൊന്ന് ഡാൻസ് പഠിപ്പിക്കാമോ, ദാണ്ടിയ ഡാൻസ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ, എനിക്കും കളിക്കാമല്ലോ, ഒരു സ്റ്റേജ് അല്ലേ. അങ്ങനെ ഞാൻ അവരെ പഠിപ്പിക്കുന്നു. എനിക്ക് അവരെ മുന്നേ ഒരു പരിചയവും ഇല്ല. നല്ല ഏജുള്ള ലേഡീസാണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും എല്ലാവർക്കും പറ്റത്തുമില്ല. എന്നാൽ എനിക്കും കളിക്കണം. അതിലും പ്രായം കുറഞ്ഞ ആൾക്കാരും ഉണ്ട്, മിക്സും ആയിരുന്നു. പക്ഷെ അന്ന് നമ്മളത് കളിച്ചു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അന്ന് എൻ്റെ കൂടെ വന്ന 8 ലേഡീസ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ 2 വർഷമായി, ആരും പോയിട്ടില്ല. അവർ അതുപോലെ എൻ്റെ കൂടെയുണ്ട്. അവരെല്ലാം പല പല പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡാൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് 60 ലേഡീസോളം വന്ന് നിൽക്കുവാണ്. പല പല ബാച്ചായിട്ട് വീക്ക് ഡേയ്സിൽ ഈവനിങ് 6 to 8 വരെ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു വിമൻ ഗ്യാതറിംഗ് ആണ് ശരിക്കും ന്യൂട്രിഫൈമിൽ നടക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഈ ലേഡീസ് എല്ലാം പല പല ഏജ് കാറ്റഗറിയിലുള്ളവരാണ്. യങ് ആയിട്ടുള്ളവരല്ല. 30+ അല്ലെങ്കിൽ 40+ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങളായിട്ടുള്ള സ്റ്റേജ് ആയിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ഇതെല്ലാം മാറ്റിവെച്ച് ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും പ്രയോറിറ്റി കൊടുക്കണം. ഉറപ്പായിട്ടും അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം എന്നുള്ളത്, പലപ്പോഴും ഈ 30കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശാരീരികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തിരക്കിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും മനുഷ്യരുണ്ടാവുക. അതിലെടുത്തു പറയേണ്ട സ്ത്രീകളാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്ന തിരക്കുകളുടെ ഇടയിലായിരിക്കും ഒരു പക്ഷേ ഇവർ ഡാൻസിനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ അവരെ ഒരു ഒത്തു ചേർത്ത് പിടിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് റോഷ്നി വലിയ തിരക്കുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് തോന്നുന്നു മറ്റു മേഖലകളിൽ കൂടി സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവരെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? കാരണം ആഴ്ചയിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ക്ലാസ് സാധ്യമല്ല. പലപ്പോഴും കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷെ എന്നാലും എല്ലാവരും കൃത്യമായിട്ട് എത്തിച്ചേരാറൊക്കെ ഉണ്ടോ? അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. അങ്ങനെ പലരും വർക്കിംഗ് വിമൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ 6:30ക്ക് നമ്മൾ ക്ലാസ് വെച്ച് കഴിഞ്ഞാലും 7:30ക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. 8 മണിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അവർക്ക് കളിക്കാൻ കിട്ടുമല്ലോ, അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ കണ്ട് കുറച്ച് കത്തി വെക്കാലോ എന്ന് വിചാരിച്ച് 7:30ക്ക് ഓടി എത്തുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ലേഡീസിന് എത്രത്തോളം സ്പെഷ്യൽ ആണെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മേ ബി എൻ്റെ പാഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഫ്ലോർ മാത്രമായിരിക്കും. പക്ഷേ
ഇപ്പോൾ ആ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹാപ്പിനെസ്സും അവരുണ്ടാക്കുന്ന ഫുഡ്സ് ഒക്കെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യും, അവരുടെ ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട്, അവർ തന്നെ ഫിലിമിന് പോകാറുണ്ട്, ട്രിപ്സിന് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, റോഷ്നി ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് ഈ ലേഡീസിനെ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് നിർത്താന്നുള്ളത്. അതെ. അപ്പോൾ ആം എ ലേഡി, അപ്പോൾ നമുക്കറിയാം പല പല കോൺഫ്ലിക്ട്സ് വരാം, ടോക്സ് വരാം. അപ്പോൾ എന്റെ മുന്നിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഈ ക്ലാസ്സസ് റിലേറ്റഡ് ആയാലും തമ്മിൽ പറയുന്ന കമൻസ് ആയാലും. ബട്ട് ഞാൻ മേ ബി അത് ഞാൻ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ന്യൂട്രിഫൈമി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് പറയുവാണെങ്കിൽ ഈ വയ്യായ്മയുള്ള ആളുകൾ വന്നിട്ട് പറയും, അയ്യോ എനിക്ക് ഇവരെ കൂടെ ചെയ്യാൻ പറ്റുമോ, ലൈക്ക് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കൂ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യൂ, ചെയ്ത് നോക്കൂ. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വേറെ ഗ്രൂപ്പ്സിലേക്ക് മാറാം. നമ്മളിവിടെ പല പല ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏജ് വെച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല, അവരുടെ ലൈക്ക് എന്തുവാ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് അവർക്ക് ഏത് തരം ആൾക്കാരുടെ കൂടെ ആയിരിക്കും മിങ്കിളായി പോകുന്നത്, ലൈക്ക് സ്റ്റെപ്സ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് ഫാസ്റ്റ് മൂവ്സ് ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഉണ്ട്, ലൈക്ക് കുഞ്ഞിനെയൊക്കെ പഠിച്ച ആൾക്കാർ. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഇവരെ മിങ്കിൾ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ വെരി എൻഡ് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഞാൻ എല്ലാവരെയും കൂടി മാക്സിമം ക്ലബ് ചെയ്യിപ്പിക്കാൻ നോക്കാറുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ പലപ്പോഴുമായിട്ട് ന്യൂസ് 3 വരുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രവർത്തിച്ച ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. മാത്രമല്ല, പക്ഷെ ഇത് കാണുന്നത് സ്ത്രീകൾ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും കാണുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾ മാത്രം ഡാൻസ് കളിക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഗ്യാതറിങ്ങിനായാലും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായാലും അവർക്കൊരു ടൈമോ ഒരു സ്പേസോ അങ്ങനത്തെ ഒന്നും ആവശ്യം വരുന്നില്ല. ബിക്കോസ് അവർക്ക് എപ്പോഴായാലും ഗ്യാദർ ചെയ്യാം, അവർക്ക് ഷെയർ ചെയ്യാം, വേറെ പ്രയോറിറ്റീസ് ഇല്ല, അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഒരു വിമൻ അല്ലെങ്കിൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2 മണിക്കൂർ അവർ ലൈഫിൽ നിന്ന് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ആ ഒരു ടൈം ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഈ വീക്കെൻഡിലുള്ള ക്ലാസ് ശരിക്കും ഞാൻ ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ. വീക്കെൻഡ് എല്ലാ സ്ത്രീകളും അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നാ ഡാൻസും പഠിക്കണം. കുഞ്ഞിലേ പഠിച്ച ഡാൻസ് എനിക്ക് കളിക്കാൻ ഒരു സ്റ്റേജും കിട്ടുന്നില്ല റോഷിനി. എനിക്ക് ഒന്ന് കളിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. എനിക്ക് കോൾസ് വരുന്നതിലൂടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യങ്ങൾ, റോഷിനി കുട്ടികളുണ്ടോ, കുട്ടികളെ കൂടെ നിർത്തി കളിപ്പിക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ മുമ്പ് പോയിടത്തൊക്കെ കുഞ്ഞുങ്ങളെ കൂടെ എന്നെ നിർത്തി കളിപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ അത് എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ഫാറ്റാണ്, ഞാൻ ഇച്ചിരി വണ്ണമുണ്ട്, അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുമോ, എല്ലാം മെലിഞ്ഞ ആൾക്കാരാണോ ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് വരുന്ന എൻക്വയറീസിലുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ഡിസ്കംഫേർട്ട് ഒന്നും അവർക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒരു കാര്യത്തിന് അവർ ചൂസ് ചെയ്യുമ്പോൾ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ മാത്രമാക്കിയത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേറ്റീവ്സ് ഒന്നും അവിടെ ഫീൽ ചെയ്യുന്നില്ല, അവരെല്ലാവരും ഒന്നാണ് അവിടെ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഞാൻ മുൻഗണന കൊടുത്തതും. കുട്ടികൾക്ക് എടുക്കുന്നുണ്ടോന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, കുട്ടികളെ വേണ്ടാന്ന് വെച്ചതും സ്ത്രീകൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തതും ഈ ഒരു ഒറ്റ കേസ് കൊണ്ട് മാത്രമാണ്. അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒരു ഓപ്പൺ സ്പേസ്, അവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ, അവിടെ ഒരു എന്താ പറയുക, ഒരു ബാരിയേഴ്സ് ഇല്ല. അവർക്ക് എന്ത് വേണോ അവർക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഞാൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, വലിയ സന്തോഷമുണ്ട്. എടുത്തു പറയുന്ന റോഷിനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇവിടെ ഡാൻസ് മാത്രമല്ല ഒരു ഗ്യാതറിംഗ് ആണ്, നമ്മളൊരു ഒത്തുകൂടലാണ്, പലപ്പോഴും നമ്മുടെ തിരക്കുള്ള ലൈഫിനിടയിൽ ഒരു റിലാക്സേഷൻ കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനിടയിൽ നമുക്ക് വേദികൾ കിട്ടുക എന്നുള്ളത് വലിയൊരു പരിമിതിയാണ്, വലിയൊരു ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ആരിതിനെ സ്വാഗതം ചെയ്യും എന്നുള്ളത്, ഏത് കൂട്ടരാണ് ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ള വലിയൊരു ചോദ്യം കൂടിയുണ്ട്. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തുടക്കക്കാരി എന്ന രീതിയിൽ റോഷിനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു സ്റ്റേജ് കിട്ടുക അല്ലെങ്കിൽ അതൊരു അവസരം കിട്ടുക എന്നുള്ള കാര്യത്തിൽ? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഒരു സിനിമാറ്റിക് ഒരു സോങ് എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ അല്ല ചെയ്യുന്നത്. നമ്മൾ ഒപ്പന ചെയ്തു, മാർഗം കളി ചെയ്തു. ഇപ്പോൾ തന്നെ നമ്മൾ മോൾ ഓഫ് ട്രയാങ്കൂറിൽ വെച്ച് നടന്ന ഒരു തിരുവാതിര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം നമ്മളെ ശ്രീമൂലം ക്ലബ്ബിൽ ഈ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തത് കൊണ്ട് നമ്മളെ തിരുവാതിര കളിക്കാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴായാലും നമ്മൾ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു, മാർഗം കളി ഒരു കല്യാണത്തിന്, ഇറ്റ്സ് എ വെരി ബിഗ് വെഡിങ്, അപ്പോൾ അതിന് ചെയ്യാമോ, ഒരു ജ്ഞാനായ വെഡിങ്ങിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ബട്ട് അവർ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്ക് പ്രായമായ സ്ത്രീകൾ ആവശ്യമില്ല,
അവർക്ക് ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അതിന് ഡിസ്ക്രിമിനേഷൻ, കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ? അപ്പോൾ പറഞ്ഞു അവരതല്ല, അവരത് ലൈക്ക് എന്താ പറയുക, കുറച്ച് കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുമല്ലോ, സ്ത്രീകൾ ചിലപ്പോൾ മേ ബി ടൈം എടുക്കുവാണെങ്കിലോ അത് ബുദ്ധിമുട്ട്, കാണുന്നവരെ എൻജോയ് ചെയ്തില്ലെങ്കിലോ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് ഇടയിലുള്ള കുറച്ച് തോട്ട്സ് ആണ്. പക്ഷെ ഇത് ഒരിക്കലും ഒരു ബാരിയർ അല്ല എന്നുള്ളത് അവരുടെ മാർഗങ്ങളെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മാറാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനും സോഷ്യൽ മീഡിയയിൽ റോഷ്നിയുടെ വീഡിയോസ് കാണാറുണ്ട്. പ്രത്യേകിച്ച് വളരെ വൈറലായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട്. അപ്പം ഇത് കാണുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിട്ടുള്ള മനുഷ്യർക്ക് തോന്നാം ഇതെങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാം എന്നുള്ള വലിയൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പം ഒന്ന് സ്വയം സ്ഥാപനത്തെയും മറ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയറും പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞങ്ങൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് പരുത്തിപ്പാറയാണ്, ട്രിവാൻഡ്രം. ഓറിയോൺ ഹൈപ്പർ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈവനിങ് മാത്രമേ നമ്മൾ ഓപ്പണിംഗ് ചെയ്യത്തുള്ളൂ. ഈവനിങ് ഞങ്ങൾ 5:30 ടു രാത്രി 8:30 വരെയാണ് ഞങ്ങളുടെ ടൈമിങ്സ് വരുന്നത്. ഏജ് കാറ്റഗറി ഒന്നുമില്ല, എല്ലാ ഏജിലുള്ള ലേഡീസും 25+ അങ്ങോട്ട് ഏത് ലേഡീസിനും എന്ത് ഏജ് കാറ്റഗറി ബുദ്ധിമുട്ട് ഒരു പ്രോബ്ലം ഇല്ല. അതെല്ലാം അവിടെ വരുമ്പോൾ ഒന്നും അല്ലാണ്ടാവും. നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടും, വെരി പോസിറ്റീവ് നേച്ചറുള്ള ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും അപ്പം ന്യൂസ് 3 കാണുന്ന പ്രേക്ഷകരിൽ സ്ത്രീകളായിട്ടുള്ള മനുഷ്യർക്കൊക്കെ തന്നെ ഇത് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ റോഷ്നിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ, റോഷ്നി ഈ ഒരു കാര്യത്തിൽ മാത്രം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, ഓൺട്രപ്രണറാണ്, സാമൂഹ്യ സേവനങ്ങളിൽ കൃത്യമായിട്ട് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്, മോഡലാണ്. അപ്പം അതും കൂടി ഒന്ന് പ്രേക്ഷകരായിട്ട് പരിചയപ്പെടുത്താമോ? മറ്റെന്തൊക്കെ മേഖലകളിലാണ് റോഷ്നി കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ഞാൻ ആക്ച്വലി ഒരു ഡാൻസറാണ്, സിംഗറാണ്, പാട്ടുകൾ പാടാറുണ്ട്. ഒത്തിരി വിമൻ മീൻസ് എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഞാൻ ആങ്കറിങ് ചെയ്യാറുണ്ട്, അവരുടെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ മെയിൻ പാർട്ടായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു BA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് MBA ചെയ്ത ഒരാളാണ്. ഞാൻ കുറച്ചുനാൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺട്രപ്രണർഷിപ്പിലോട്ട് വന്ന ആളാണ്. ഇപ്പോൾ ഞാൻ ഡിപ്ലോമ ഇൻ ഡേറ്റ അനലിറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യണം എന്ന് തോന്നി. ലൈക്ക് ന്യൂട്രിഫൈ മീ എന്തായാലും എനിക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഞാൻ പഠിച്ചത് കൂടെ ഒന്ന് കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ കരിയർ കൂടെ ഞാൻ സൈഡിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പാഷനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിമനിനോടും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്, യു ഹാവ് ടു ഡെവലപ്പ് യുവർ കരിയർ ആസ് വെൽ എസ് യുവർ പാഷൻ. രണ്ടും ഒരേ സമയം കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അത് തന്നെയാണ് ന്യൂട്രിഫൈമിയുടെ വിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തും ഉണ്ടാവും, അല്ലാതെ ഹെൽത്ത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഹാപ്പിനെസ് ആണ് ഹെൽത്തിൻ്റെ കീ. ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നൊരു വിഷയമാണ്, വിവാഹത്തിന് ശേഷം കുറച്ചധികം തിരക്കുകളിലായി പോകുന്നതുള്ളത് കൊണ്ട് തൻ്റെ മുൻപുണ്ടായിരുന്ന കഴിവുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാറില്ല എന്നുള്ളത് വലിയൊരു ഒരു നുണ പറയുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കള്ളത്തരം ആണ് അത് എന്നുള്ളത് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ള വിഷയം കൂടിയാണ്. അപ്പം ആ ഇടത്താണ് റോഷ്നി തൻ്റെ ലൈഫ് എന്ന് പറയുന്ന വളരെ പേഴ്സണൽ കാര്യമായുള്ള വിവാഹത്തിന് ശേഷം ഇത് കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഈ തിരക്കുകൾ സംഭവിക്കുമ്പോൾ എങ്കിൽ പോലും ഇത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രചോദനമാണ് റോഷ്നിയുടെ ഈ വാക്കുകൾ എന്നുള്ളത്. അതിന് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിചാരിക്കും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്താം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞിട്ട് നമ്മുടെ പാഷൻ ഡെവലപ്പ് ചെയ്യാനോ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുക, നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ആ ടൈം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹെൽത്തി ആയിരിക്കും, നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. മറ്റെന്താ സംഭവിക്കുക, നമ്മൾ ഈ പ്രഷറിൽ നിന്നിട്ട് നമ്മുടെ ലൈഫിനെ ബ്ലെയിം ചെയ്ത് കൂടെ നിൽക്കുന്നവരെയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തി നമ്മുടെ പാഷന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് പ്ലസ് ആയിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് തോന്നും ആ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കൾ പ്രശ്നമില്ല, എനിക്ക് എൻ്റെ സെൽഫ് ടൈം കിട്ടുന്നുണ്ട്. അത് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഈ ഹാപ്പിനെസ് വരാനുള്ള റീസൺ ഞാൻ എൻ്റെ പാഷൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എല്ലാവർക്കും ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആവണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ ആ ഒരു കുറവ് നിങ്ങൾക്ക് ഇതിൽ കൂടിയിട്ട് നികത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്റർ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ പല പല പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, ലൈഫിൽ ഒറ്റയ്ക്കായി പോയ ആൾക്കാരുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം എബ്രോഡായി ഹസ്ബൻഡ് മരണപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ്, ഒരു നല്ലൊരു ഫ്രണ്ട്,
അവർക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് അവർ നോക്കുന്നത്. അതാണ് ന്യൂട്രിഫൈ മീ. അവരുണ്ടാക്കുന്ന ഫുഡൊക്കെ അവരുണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്. ചിലർ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്ക് അവിടെ ഒന്നും ശരിക്കും അലൗഡ് അല്ലെങ്കിൽ പോലും ആ ഒരു അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങളും അതൊക്കെ അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾക്കൊക്കെ തന്നെ ലൈഫിൽ നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു പക്ഷെ കുടുംബം ഉണ്ടാവാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റോഷ്നിക്ക് ആരാണ് ഈ ബാക്ക് സപ്പോർട്ടൊക്കെ തരുന്നത്? എൻ്റെ ബാക്ക് സപ്പോർട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ആ ഹസ്ബൻഡിന് തന്നെയാണ് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് 2 മക്കളാണ്. മോൾക്ക് ഇപ്പോൾ 6 വയസ്സാവാൻ പോകുന്നു. ഹസ്ബൻഡിന്റെ പേര് പ്രമീഷ്. അതെ, ഹസ്ബൻഡിന്റെ പേര് പ്രമീഷ് എന്നാണ്. എന്ത് അതാണ് ചെയ്യുന്നു? റോഷ്നി പ്രമീഷിലെ പ്രമീഷ്. ആ പ്രമീഷ് തന്നെയാണ് എൻ്റെ ഫുൾ സപ്പോർട്ടും. ഇളയ മോന് 3 വയസ്സേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, രണ്ടുപേരെയും ഒറ്റയ്ക്കാക്കിയിട്ട് എവിടത്തേക്കും എനിക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങളുടെ അവിടെയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരുടെ പാരൻസ് ഞങ്ങളുടെ കൂടെ അല്ല താമസിക്കുന്നത്. ഞങ്ങൾ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയമാണ് ഞാൻ ന്യൂട്രിഫൈമിൽ പോയി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് എനിക്ക് എൻ്റെ ക്ലാസ് ഉണ്ട്, അത് ഞാൻ തിരിച്ചു വരും. വൈകിട്ട് ഹസ്ബൻഡ് വന്ന് കുഞ്ഞുങ്ങളെ നോക്കും. അവരെ പഠിപ്പിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂട്രിഫൈമിൽ വരുന്നത്. ഞാൻ ന്യൂട്രിഫൈമി ക്ലോസ് ചെയ്ത് വീട്ടിലെത്തുന്ന സമയം ഹസ്ബൻഡ് മോളെ പഠിപ്പിച്ച് കഴിയും. പിന്നെ അവരെ ഭക്ഷണം കൊടുത്ത് ഉറക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഹസ്ബൻഡ് ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ആ ടൈം ലേഡീസിന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എൻ്റെ പാഷനും കരിയറും കൊണ്ടുപോകാൻ സാധിച്ചത് അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഫുൾ ബാക്ക് സപ്പോർട്ട്. അതെ, ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു കുടുംബം നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാവിയെയും കൂടി കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ റോഷ്നി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റോഷ്നി, നമ്മൾ പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള മോശം അനുഭവം, ഇല്ലെങ്കിൽ മാറ്റി നിർത്തൽ, ഇല്ലെങ്കിൽ അവഗണന, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മോശം അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ എല്ലാ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. റോഷ്നിക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവം സംഭവിച്ചിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അത് പ്രേക്ഷകരായിട്ടൊന്ന് പറയുക. അതിനെങ്ങനെയാണ് അതിജീവിക്കാൻ സാധിച്ചത്? അതങ്ങനെ പറയുവാണെങ്കിൽ ഈ ഡാൻസ് പ്രോഗ്രാംസ് തന്നെ നമ്മൾ സ്റ്റേജിൽ കളിക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് ചിലർക്ക് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ചില ആൾക്കാർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ചിലർക്ക് ഇഷ്ടമല്ല. ലൈക്ക് വിഡോസ് ആണെങ്കിൽ അവർ പറയും, ഓ അത് വേണോ റോഷ്നി, അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലേ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഇപ്പം എന്നോടാണ് പറയുന്നത്. അവരറിയുന്നില്ല, ഞാൻ അവരോട്ട് ഇങ്ങനെ ഒരു ഷെയർ ചെയ്യുന്നില്ല. ബിക്കോസ് അവരവിടെ വരുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അവരോട് പറയില്ല ഇങ്ങനെയാണ് നിങ്ങളെ പറ്റി പറയാം, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ആക്ച്വലി ഇങ്ങനെയുള്ള ടോക്സ് സൊസൈറ്റിയിലുണ്ട്. ഇപ്പോഴും ആ ഒരു ഡിസ്ക്രിമിനേഷൻ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത് മാറണം. അപ്പോൾ അതാണ് എൻ്റെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്ന് മുന്നേ കുഞ്ഞിലെ അവർ പഠിച്ച ഡാൻസ് ആയാലും പാട്ടായാലും അവരിന്ന് വിട്ടുപോയ കാര്യങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്കും പറ്റും, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ എനിക്കും ഫാമിലിയും എൻ്റെ പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഈ സ്ത്രീകളിലൂടെ സൊസൈറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ എന്താണ് സ്വപ്നം കാണുന്നത്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇവർക്ക് ഇനി കൂടുതൽ നല്ല നല്ല സ്റ്റേജ് പെർഫോം ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ കൂടുതലും പ്രോഗ്രാംസ് വരുന്ന മിക്സഡ് പ്രോഗ്രാംസ് ആണ്. മിക്സഡ് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് പലർക്കും പല പ്രോബ്ലമാണ്. അവർ അത്രയും ഡിസ്കംഫർട്ടാണ് മിക്സഡ് ചെയ്യാനായിട്ട്. അതിന് റീസൺ ഞാൻ പറഞ്ഞു, പലരും വീഡിയോസാണ്, ചില കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് സമൂഹത്തിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യോ എന്ന് ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയാണ് ഞാനിപ്പോൾ MOTയിൽ കൊണ്ടുപോയി ഇത്തിരി പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ കളിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് ഓപ്പൺ ആണ്. ലൈക്ക് അവർക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള ഓപ്പൺ പ്ലാറ്റ്ഫോംസിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാറുണ്ട്. ദിവാലി പ്രോഗ്രാം ഇനിയിപ്പോൾ ഞങ്ങൾ October 18 അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാം, അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്താം, സ്റ്റേജിൽ കളിക്കാം, ഫുഡുണ്ട്, DJ ഉണ്ട്. അപ്പം ലൈക്ക് അവർ ഫ്രീ ആയിട്ട് നിൽക്കുക. അതാണ് മെയിനായിട്ടും ഇനി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒക്കെ തന്നെ പലപ്പോഴും കാണുന്ന സമയത്ത് വളരെ സോ കോൾഡ് ഡാൻസുകൾ, ഇല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രമാണ് ചില സ്ത്രീകൾ കളിക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ക്ലാസിക്കലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂംബ അതുപോലത്തെ ഡാൻസ് ഒക്കെ ആവാം. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഒപ്പന കളിക്കാറുണ്ട്, മാർഗംകളി കളിക്കാറുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ കുറേ അധികം ഡാൻസ് പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഏതൊക്കെയാണ് കുറച്ചും കൂടി ആൾക്കാർ ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡാൻസുകളാണ്?
ഞങ്ങൾ ശരിക്കും ആദ്യം സുംബയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി വെൽനസ് സെന്റർ ആയതുകൊണ്ട് തന്നെ വർക്കൗട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ സുംബയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സുംബ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മടുത്തു തുടങ്ങി. ലൈക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടും അതൊരിടത്തും അവർക്ക് പെർഫോം ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഫുള്ളി വർക്കൗട്ടിലോട്ട് ഇൻവോൾവ് ആവാതെ സംതിങ് ഡിഫറെൻറ്റ് ദാറ്റ് അവർ എൻജോയ് ചെയ്യുന്ന കുറച്ച് സോങ്സ് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ അവർ എൻജോയ് ചെയ്യുന്ന സോങ്സ് കൊണ്ടുവന്നപ്പോൾ അവർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയി ഡാൻസ് കളിക്കാനും മറ്റുമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വിചാരിച്ചു ഇതിന് റീൽസ് ആക്കിയാലോ. എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ കാണിക്കണം. സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അവർക്ക് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരു പെർഫോം ചെയ്ത ഒരു വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു എന്നുള്ളത് അവർക്കൊരു ഹാപ്പിനെസ് അല്ലേ എന്ന് വെച്ച് നമ്മൾ റീൽസ് എടുക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പുതിയ പുതിയ പാട്ടുകൾ ചെയ്യാനും. അതിന് വലിയ പ്രാക്ടീസ് ടൈം വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്ത് ഭയങ്കര അപ്രിസിയേഷനെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മക്കൾ, അവരുടെ ഹസ്ബൻഡൊക്കെ ചോദിക്കുന്നു, ഇതാണോ നീ അവിടെ പോയി പഠിച്ചത്, ഇത്രയൊക്കെ ചെയ്യുമോ? അവർ അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരാൾക്ക് ഇത് അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. മേ ബി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലൊക്കെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഒരു സ്റ്റേജ് പോലും കളിക്കാതെ ഒരു അപ്രിസിയേഷൻ പോലും കിട്ടാതെ ലൈഫിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ലൈഫിൽ കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ റോഷന്റെ സ്ഥാപനത്തിൽ ഹെൽത്ത് കൺസൾട്ടിങ് കൂടിയുണ്ട്. അത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആരോഗ്യപരമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈൽ അതല്ല. പക്ഷേ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹെൽത്തും കൂടി ഒരു കൺസൾട്ടൻ്റ് അടുത്ത് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ നിർദ്ദേശം കൊടുക്കുക? ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്. ഒരാൾ ഞങ്ങൾക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലാണ് ആദ്യം ചെക്ക് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ എല്ലാതരം രോഗങ്ങളിലും വരുന്നത് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. പ്രോപ്പർ ടൈമിലല്ല അവർ ഫുഡ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറവാണ്. ലൈഫിലെ പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവരുടെ ലൈഫ് സ്റ്റൈൽ ചെക്ക് ചെയ്യും, അവരോട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയും. ലൈക്ക് ഓരോ ആൾക്കാർക്കും ഓരോ നീഡായിരിക്കുമല്ലോ ബോഡിക്ക് ഉണ്ടാവുക. ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കാം, ചിലർക്ക് ഷുഗർ ഡയബറ്റിക് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ വാട്ട് എവർ ഇസ് ദ ഹെൽത്ത് കണ്ടീഷൻ അത് നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ പറയും. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് അവർക്കുള്ള ഡയറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ ഡയറ്റ് അല്ല. അപ്പോൾ ഓരോ ആൾക്കാർക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 days നമ്മൾ അവരെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തൊക്കെയാണ് മാറ്റം വരുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതിൽ സ്വിച്ച് ചെയ്യണോ. അപ്പോൾ ഇങ്ങനെ ഇവർ വരുന്ന സമയത്ത് എല്ലാം ഇവർ ഈ ഡാൻസ് കളിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നവരോട് പറയുന്നുണ്ട് യു ഷുഡ് ഡു സം എക്സസൈസ് അറ്റ് യുവർ ഹോം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഡയറ്റ് എടുത്തതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഈ വരുന്ന സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ഡാൻസ്. അപ്പോൾ അതൊരു എക്സസൈസ് ആണല്ലോ. അങ്ങനെ വന്ന കസ്റ്റമേഴ്സ് ഡാൻസിലും ക്ലയൻ്റായിട്ടും നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ ഉറപ്പായിട്ടും ഈ കൺസൾട്ടിങ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണോ അതോ എല്ലാ വിഭാഗം മനുഷ്യർക്കും കൺസൾട്ടിങ് ഉണ്ടോ? കൺസൾട്ടിങ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്കും പുരുഷന്മാർക്കും സ്പോർട്സ് അത്ലറ്റ്സ് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഡാൻസ് ക്ലാസ് എക്സ്ക്ലൂസീവ്ലി ലേഡീസിന് മാത്രമേ ഉള്ളൂ. ജെൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വർക്കൗട്ട് സെഷൻസ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മൾ കാരണം ഇത്രയും ക്രൗഡ് കണ്ടിട്ടേ അവരും ഒരു സോഷ്യൽ ഗ്യാതറിംഗ് ആണല്ലോ എല്ലാവർക്കും ആവശ്യം. എല്ലാവരും ഇപ്പോൾ ഫോണിലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു സ്പേസ് വേണമല്ലോ. അപ്പോൾ അതോടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് മാക്സിമം പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കൊക്കെ തന്നെ ഇൻസ്പിറേഷൻ ആകുന്ന വിവിധ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഓൺട്രപ്രണർ കൂടിയാണ് റോഷ്നി. എന്താണ് ഇനി അടുത്തൊരു സ്വപ്നം എന്നുള്ള രീതിയിൽ ഈ ബിസിനസ് മേഖലയിൽ സജീവമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം? ആക്ച്വലി എനിക്ക് ജ്വല്ലറി, ഈ സാരീസ് ഇതിൻ്റെയൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതെ. എനിക്കൊരു ഓൺലൈൻ പേജ് ഉണ്ട്, അതിൽ ഞാൻ സെല് ചെയ്യാറുണ്ട് ഈ ജ്വല്ലറി ആൻഡ് സാരീസ് ഒക്കെ. ന്യൂട്രിഫൈമിൽ തന്നെ ചില പ്രോഗ്രാംസ് വരുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റോൾസ് വയ്ക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാരീസ് ഒക്കെ അവർ മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തന്നെ എന്നിലെ ഓൺട്രപ്രനറെ എനിക്ക് പല മേഖലകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ വിചാരിക്കും ഇത് അവർ മേടിക്കത്തില്ല, ഇവർക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നതാണോ? പക്ഷെ അവർ യൂസ് ചെയ്ത് കാണുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എനിക്കത് ചെയ്തില്ലായിരിക്കാം, പക്ഷേ ആ ജ്വല്ലറി അല്ലെങ്കിൽ ആ ഡ്രസ്സ് അല്ലെങ്കിൽ ആ സാരി അവർക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുമായിരിക്കും. പിന്നെ ഇപ്പം നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാലഡ്സ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാലഡ്സ് നമ്മൾ കൊടുക്കും.
ഒൺലി വെജ് ആൻഡ് ചിക്കൻ സാലഡ്സ് നമ്മൾ കലോറി നോക്കി ആണ് കൊടുക്കുന്നത്. കാരണം ഇവർ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും അവരുടെ ബിസി ഷെഡ്യൂളിൽ ഒന്നും കഴിക്കാനായിട്ട് ടൈം കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സാലഡ്സ് കൊണ്ടുവന്നിട്ട് ഈ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവർ ഈ സാലഡ്സ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും. നമുക്ക് അടുത്ത എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇനി അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഡാൻസ് ഫോംസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രസ്സ് അവർക്ക് ധരിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ളത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവിലും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ന്യൂട്രിഫൈം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എടുത്തു പറയേണ്ടത് ഇവിടെയൊക്കെ ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനായിട്ടൊരു അധ്യാപിക എന്തായാലും ഉണ്ടാവും. അത് ആരാണെന്ന് എനിക്കറിയാം. അത് പ്രേക്ഷകരോടൊന്ന് പരിചയപ്പെടുത്താമോ? കാരണം ഇതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ഒരാളാണെന്നുള്ളത് വലിയൊരു സന്തോഷം കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതെ. ഞാൻ തന്നെയാണ് അവരുടെ ടീച്ചർ എന്ന് അധ്യാപിക. പറയുന്നത്. പക്ഷെ എനിക്കവിടെ ഒത്തിരി മെന്റേഴ്സ് ഉണ്ട്. ഞാൻ പല കാര്യങ്ങൾ പഠിക്കുന്നതും എനിക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും, ഞങ്ങളൊരു പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സ്ട്രോങ് ഷോൾഡേഴ്സ് ഉള്ള ഒത്തിരി ലേഡീസ് ഉണ്ട്. ലൈക്ക് ഇന്ദു നായർ, ഈ പ്രിയ, ശുഭ, രാജി, അതുപോലെ സുജ, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്താൽ എനിക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഒരു ടീച്ചർ എന്നതിലുപരി എനിക്കതിൽ നിന്നും നല്ല ഒത്തിരി മെൻറ്റേഴ്സിനെ കിട്ടി എന്നുള്ളതാണ് പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ള സമൂഹത്തിലെ വ്യത്യസ്തമായൊരു മേഖലയിൽ സജീവമായിട്ട് നിന്നുകൊണ്ട് റോഷ്നി വളരെ ചെറുപ്പമാണ്. ആ ഒരു വ്യക്തി കുറേയധികം മനുഷ്യർക്ക് വെളിച്ചമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങളിലെ പലർക്കും ഇത് വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറും എന്നുള്ള വലിയ പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും ന്യൂസ് 3യിലെ ഇന്നത്തെ അതിഥി ഇവിടെ അവസാനിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി നന്ദി റോഷ്നി. താങ്ക് യു. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.